എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളുടെ തിരുവോണ ദിവസത്തെ വിശേഷങ്ങളാണ്. നമുക്ക് ആ വിശേഷങ്ങളിലേക്ക് പോവാം. എല്ലാവർക്കും ഓണം ആസ്വദിച്ചവർ റെഡിയായി പ്രോഗ്രാമാണ്. ഡാൻസൊക്കെയുണ്ട്, എല്ലാവരും കാണുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഞങ്ങൾ ഓണം ആഘോഷിക്കുന്നത് വീട്ടിലല്ല, ഞങ്ങൾക്ക് അസോസിയേഷൻ്റെ ഓണം പ്രോഗ്രാം ഉണ്ട് ഓണത്തിൻ്റെ ദിവസം തന്നെ. അപ്പോൾ ഞാനും ഹനിയും രാവിലെ തന്നെ പാർലറിൽ നിന്ന് റെഡിയായിട്ട് പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. ഞങ്ങൾ റെഡിയായി കഴിയുമ്പോഴത്തേക്കും മൂത്ത് ഞങ്ങളെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോൾ രാവിലെ 10:30-ക്കാണ് പരിപാടി തുടങ്ങുന്നത്. ഞങ്ങളങ്ങനെ പ്രോഗ്രാം നടക്കുന്ന വെന്യൂവിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലത്തെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഞാനാണ് ആങ്കർ ചെയ്യുന്നത്. പിന്നെ ഹനീൻ്റെ ഒരു 2-3 ഡാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഹനീൻ്റെ രംഗപൂജയാണ് വരുന്നത്. അതുകൊണ്ട് അതിൻ്റെ അറ്റയറിലാണ് ഹനി ആദ്യം റെഡി ആയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിനി ഹാളിലേക്ക് പോവാം. പത്തരയാകുമ്പോഴത്തേക്കും ഞങ്ങൾ ഹാളിലെത്തി. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഞങ്ങളുടെ ഫ്രണ്ട്സ് നല്ല പൂക്കളമൊക്കെ ഇട്ട് സ്റ്റേജൊക്കെ നല്ല ഭംഗിയിൽ കേരളത്തനിമയുടെ ആംബിയൻസിൽ സെറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ചെന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നില്ല, ഞങ്ങൾ കുറച്ച് ഫാമിലീസ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഓണത്തിന് വേണ്ടി നാട്ടിൽ പോയിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഉള്ള കുറച്ച് പേര് വെച്ചിട്ട് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സ്റ്റേജ്. ഇവിടെയാണ് ഇന്നത്തെ പ്രോഗ്രാംസൊക്കെ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി 10:45 ആയി, ഞങ്ങൾ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഓണാഘോഷ പരിപാടി നടക്കുന്ന സ്റ്റേജ്. ഞാൻ ഹലോ, ഇതാരാണ്? ഇവിടെ നോക്കൂ ഹനി. ഹനി അങ്ങനെ ചെയ്യല. ഇവിടെ നോക്ക് ഹനി. ഇതാണ് ഞങ്ങളുടെ രംഗപൂജ ടീം. ഇവർ 5 പേര്. ഞങ്ങൾ അവരെയൊക്കെ പൂക്കളത്തിനടുത്ത് നിർത്തി ഫോട്ടോസൊക്കെ എടുത്തു. ബാക്കി കുട്ടികളെ ഒക്കെ ചേർത്ത് ഫോട്ടോസൊക്കെ എടുത്തു. ഗസ്റ്റും ആൾക്കാരൊക്കെ വരുന്നതിന് മുമ്പേ അതൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ റെഡിയാവുക. ഓണാഘോഷ പരിപാടികൾക്ക് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. നമ്മുടെ ആഘോഷ പരിപാടികൾക്ക് മനോഹരമായ ഒരു തുടക്കം സമ്മാനിക്കുവാനായി വേദിയിൽ ആദ്യമായി രംഗപൂജ. അങ്ങനെ ഞങ്ങൾ ഭദ്രദീപം കൊളുത്തി പരിപാടിയൊക്കെ തുടക്കമിട്ടിരിക്കുകയാണ്. ഇനി ഞങ്ങളുടെ മാവേലിയുടെ എൻട്രിയാണ്. അങ്ങനെ മാവേലി വന്ന് സദസ്സിനെ ഗ്രേസ് ചെയ്തു. ഇനി തിരുവാതിരക്കളിയാണ്. തിരുവാതിരക്കളിക്ക് ശേഷം പിന്നെ ആസ് യൂഷ്വൽ ഞങ്ങളുടെ അസോസിയേഷൻ മെമ്പേഴ്സും കുട്ടികളും ഒക്കെ അവതരിപ്പിക്കുന്ന കലാപരിപാടികളായിരുന്നു. പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഹനിക്ക് ഒരു നേരത്തെ രംഗപൂജ കഴിഞ്ഞ ശേഷം പിന്നെ ഒരു സിംഗിൾ ഡാൻസും പിന്നെ കുഞ്ഞിൻ്റെ കൂടെ ഒരു ഗ്രൂപ്പ് ഡാൻസുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതും കഴിഞ്ഞു. പിന്നെ അതുകൂടാണ്ട് വേറെയും ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മളൊരു 1:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഏതാണ്ട് പ്രോഗ്രാമിൻ്റെ എൻഡിങ് ആയി. അപ്പോൾ അതിന് ശേഷം ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഗെയിംസിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ്
പ്രോഗ്രാം ചാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഓണം ഒറ്റയ്ക്ക് നമ്മൾ മാത്രമായിട്ട് വീട്ടിലാഘോഷിക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ നമ്മുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഒരുമിച്ച് കൂടി ആഘോഷിക്കുന്നതിലല്ലേ കുറച്ചും കൂടി സന്തോഷം ഉണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത് എന്നുള്ളതൊന്ന് പറയണേ. അപ്പോൾ ഞങ്ങൾ എല്ലാ വർഷവും ഇങ്ങനെ എല്ലാവരും ചേർന്ന് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ കുറച്ച് പേരെ കിട്ടും, കുറച്ച് പേരെ കിട്ടില്ല, അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങൾ ഉള്ളവരെ വെച്ചിട്ട് ആഘോഷിച്ച് ഞങ്ങളതിൽ സന്തോഷം കണ്ടെത്തുക ചെയ്യണേ. അപ്പോൾ എന്തായാലും 1:30 കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ സദ്യ കഴിക്കാനുള്ള പ്രിപ്പറേഷൻസിലേക്ക് കടന്നു. അപ്പോൾ സദ്യ ഞങ്ങൾ പുറത്ത് ഒരു മലയാളി റെസ്റ്റോറൻറ്റിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നായിരുന്നേ. അപ്പോൾ 1:30 ആകുമ്പോഴത്തേക്കും അവർ കൊണ്ടുവന്നു. ഇനിയിപ്പോൾ അത് വിളമ്പിയിട്ട് കഴിക്കേ വേണ്ടുള്ളൂ കേട്ടോ. അങ്ങനെ സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി ഗിഫ്റ്റ് ഡിസ്ട്രിബ്യൂഷനും പിന്നെ ഗെയിംസുമാണ് ബാക്കിയുള്ളത്. അപ്പോൾ അതിന് മുമ്പേ ഉള്ള ആ ഇൻ്റർവെല്ലിലുള്ള കുട്ടികളുടെ ആക്ടിവിറ്റീസാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൾച്ചറൽ പ്രോഗ്രാംസിൻ്റെ പാർട്ടിസിപ്പൻസിനുള്ള പ്രൈസ് ഡിസ്ട്രിബ്യൂഷനാണ്. ഞങ്ങളിങ്ങനെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനൊക്കെ കഴിഞ്ഞ് അതെ ഗെയിംസിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ കുട്ടികളുടെ കസേര കളിയായിരുന്നു. കസേര കളി ഇല്ലാണ്ട് എന്ത് ഓണപരിപാടിയാണല്ലേ. നിങ്ങൾ ഇപ്രാവശ്യം ഒരു വേറെ മോഡലിലാണ് കസേര വെച്ചിരിക്കുന്നത്. വട്ടത്തിൽ വെക്കുന്നതിന് പകരം നീളത്തിലാണ് വെച്ചിരിക്കുന്നത്. ഇപ്പം നിങ്ങളുടെ അടുത്തൊക്കെ അങ്ങനെയാണോ എന്നറിയില്ല. ഇനി ഇവർ പുതിയതായിട്ട് തുടങ്ങിയ സിസ്റ്റം ആണോ എന്നറിയില്ല. എന്തായാലും എനിക്കത് പുതിയതായിരുന്നു. ഇൻഡോർ ഗെയിംസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളത് വടം വരയ്ക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കുട്ടികളുടെയും ജെൻസിൻ്റെയും ലേഡീസിൻ്റെ ഒക്കെ സെപ്പറേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വടം വലിയ വിശേഷങ്ങൾ കാണാം. ഇതെന്താണ് ഇവിടെ വാട്ടർ സ്റ്റേജ്? ഇത് നോക്കിക്കേ. ഇതിലും തോറ്റു സാരമില്ല. ആ പിള്ളേരെ അവിടെ ഇരുന്ന് ചിരിക്കണോ നോക്കി.
അങ്ങനെ ഇതോടുകൂടി ഞങ്ങളുടെ ഈ വർഷത്തെ ഓണം പരിപാടികളൊക്കെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ഓണത്തിന് ഇതേപോലെ വീണ്ടും കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ ഞങ്ങളെല്ലാവരും ബൈ പറഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എത്രയൊക്കെ പറഞ്ഞാലും നമുക്ക് ഇതൊക്കെ കഴിയുമ്പോൾ ഒരു വിഷമമാണ്. നമ്മുടെ ഇത്രയും ദിവസത്തെ പ്രാക്ടീസ് സെഷനും ഗ്യാതറിങ്ങും ഒക്കെ മിസ്സാവുമല്ലോ എന്നുള്ളൊരു വിഷമമുണ്ട്. പക്ഷേ അതും ഒരു കാലത്തിൻ്റെ അനിവാര്യതയാണ്. ഞങ്ങളെല്ലാവരും ബൈ പറഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ്. വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.